യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്ന, വിഭിന്ന സംസ്കാരങ്ങളുള്ള, വിഭിന്ന മതങ്ങളിൽ വിശ്വസിക്കുന്ന, എല്ലാ അർത്ഥത്തിലും വിഭിന്നമായ കാഴ്ചപ്പാടുള്ളവർ ഇന്ത്യ എന്ന ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിൽക്കുന്ന എന്ന ചിന്തയോടുകൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ കോടതികൾ എങ്ങനെ പ്രവർത്തിക്കണം, ഇന്ത്യയിലെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കണം, ഇന്ത്യയിലെ ജനപ്രതിനിധികൾ എങ്ങനെ പ്രവർത്തിക്കണം, ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്ന് കൃത്യമായ അടിവരയിട്ട് പറയുന്നതാണ് നമ്മുടെ ഭരണഘടന. കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും അതിൻ്റെ ഒരു വരിക്ക് പോലും മാറ്റം വരുത്താത്ത രീതിയിൽ അത്രത്തോളം ദീർഘവീക്ഷണത്തോടെ കൂടെ പല രാജ്യങ്ങളുടെയും ഭരണഘടന പഠിച്ച് അതിലെ ഏറ്റവും മാന്യവും ഏറ്റവും മഹത്തരവുമായ മൂല്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ ഭരണഘടന അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന അന്ന് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ അന്ന് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അല്ലാമ ഇക്ബാൽ പറഞ്ഞത് നമ്മുടെ രാജ്യം ഒരു പൂന്തോട്ടം എന്നാണ്. വിഭിന്നങ്ങളായ ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളുമുള്ള വിഭിന്നങ്ങളായ കാഴ്ചപ്പാടുള്ളവർ ഒരുമിച്ച് കൂടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ രാജ്യത്തെ പൂന്തോട്ടം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ആ സ്വാതന്ത്ര്യം കിട്ടാൻ നാളുകളിൽ അല്ലാമ ഇക്ബാൽ പറഞ്ഞെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ഇന്ത്യ രാജ്യത്തിന് ഇന്നൊരു പൂന്തോട്ടമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഈ രാജ്യത്ത് നീതി നടപ്പിലാകുന്ന കോടതികൾ പോലും നീതി കൃത്യമായി നടപ്പിലാകുന്നില്ല. നീതി കൃത്യമായി പറയുന്ന ജഡ്ജിമാർക്ക് ജസ്റ്റിസ് ലോയെ പോലെയുള്ളവർക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാം. ദുരൂഹമായ കൊലപാതകങ്ങൾക്ക് അവർ ഇരയാകപ്പെടുന്നു. സംഘപരിവാറിന് RSSന് ഒത്താശ പാടുന്ന വിധികൾ പുറപ്പെടുവിക്കുന്നവർക്ക് നാളെ ഗവർണർ പദവിയും അതുപോലെ മന്ത്രിസ്ഥാനങ്ങളും ഈ രാജ്യത്ത് വെച്ച് നീട്ടപ്പെടുന്നു. അതുകൊണ്ട് കോടതികൾ പോലും കൃത്യമായ വിധി നിർണയിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം കിട്ടി 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളുടെ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ UN-യുടെ ഒരു പ്രതിനിധി വരുമ്പോൾ, നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി അവർ വരുമ്പോൾ ആ പ്രദേശത്തുള്ള ചേരികൾ അവർ കാണാതിരിക്കാൻ വേണ്ടി 15ഉം 20ഉം അടി ഉയരമുള്ള മതിൽ കെട്ടി നമ്മുടെ ഭരണാധികാരികൾ മറച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു നടപടി പോലും ഇവർക്ക് കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. മതിൽ കെട്ടുന്നു, മതിൽ പൊളിക്കുന്നു. പലവട്ടം മതിൽ കെട്ടി പൊളിച്ച ഈ പൈസ അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ മുഖ്യധാരയിലേക്ക് വരുമായിരുന്നു. നമ്മുടെ രാജ്യത്ത് കച്ചവടത്തിനായി വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ രാജ്യത്ത് ഒരു കോർപ്പറേറ്റായി പ്രവർത്തിക്കുകയും രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി വെക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ലക്ഷോപലക്ഷം വരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി അവരുടെ ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനായി പൊരുതിയത്. അന്ന് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആശയങ്ങളെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ് നമ്മുടെ ഭരണഘടന, ഇവിടെ വിശാലമായ ഭരണഘടന ഇവിടെ രൂപമെടുക്കുന്നത്. ഇന്ന് മേക്കിംഗ് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിന്റെ പൊതുമുതലുകളെല്ലാം തീരെഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പോർട്ടുകൾ, നമ്മുടെ എയർപോർട്ടുകൾ, നമ്മുടെ പെട്രോളിയത്തിന്റെ വില നിർണയം ഉൾപ്പെടെയുള്ള എല്ലാ സംഗതികളും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനെ ചോദ്യം ചെയ്ത് ആരെങ്കിലും പൊതുനിരത്തുകളിൽ സംസാരിച്ചാൽ അവർക്കെതിരെ UAPA, എവിടെയെങ്കിലും കോടതിയെ പോലീസിനെ ചോദ്യം ചെയ്ത് അതല്ലെങ്കിൽ ഭരണകൂടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അവന്റെ വീട് പൊളിക്കാൻ വേണ്ടി പിറ്റേന്ന് ഭരണകൂടത്തിന്റെ JCB വരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത്. ആ പ്രതിഷേധിച്ച ആളിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ, അദ്ദേഹത്തിന്റെ സഹവർത്തികളായിട്ടുള്ളവരെ എല്ലാം ഈ JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നു. പ്രതിഷേധ ശബ്ദങ്ങളെ ഒന്നടങ്കം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം. സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമരം ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ സവർക്കറുടെ പിൻതലമുറ ഇന്ന് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന തെരുവുകളിൽ കത്തുന്നത് തടയാൻ നമ്മൾ ഇതുപോലെ തെരുവുകളിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ യുവതലമുറയെ ബോധവൽക്കരിക്കണം. നമ്മുടെ രാജ്യം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വത്തിൽ അടിയുറച്ച് നിൽക്കേണ്ട രാജ്യമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്
മുന്നേറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. വിശപ്പില്ലാത്ത, ഭയമില്ലാത്ത ഒരു രാജ്യത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. നീതിയിലധിഷ്ഠിതമായ ഒരു രാജ്യ പുനർനിർവഹണം അതിന് ഇവിടെ സാധ്യമാകണം. അതിന് ജനാധിപത്യ സംവിധാനത്തിലൂടെ മതേതര കക്ഷികളെ ഈ രാജ്യത്ത് ജയിച്ചു വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. ഈ റിപ്പബ്ലിക് ദിന വേളയിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യം ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നതിന് എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓരോ പൗരനും ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.